ഓം പാർത്ഥായ പ്രതിബോധിതം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിന മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാമനുസന്തധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീ. ഹരി ഓം. നമ്മൾ ഇതുവരെയായിട്ട് 6 അധ്യായങ്ങളാണ് ഭഗവത്ഗീതയിൽ ഒന്നിച്ചിരുന്ന് ചിന്തിച്ചത്. ഭഗവത്ഗീതയിൽ 18 അധ്യായങ്ങളുണ്ട്. 6 അധ്യായങ്ങൾ ചേർത്ത് 3 ഭാഗങ്ങൾ. അങ്ങനെ പറയുമ്പം നമ്മൾ ആദ്യത്തെ ഭാഗം നമ്മൾ വായിച്ചു തീർത്തു. അങ്ങനെ ആ 3 ചേർന്ന ഭാഗത്തിന് ഒരു പേര് പറയുന്നുണ്ട്, ഷഡ്കം, അതായത് 6 ചേർന്നത്. ഇന്ന് നമ്മൾ 2ാമത്തെ ഭാഗത്തിൽ കടക്കുകയാണ്. അതാണ് 7ാമത്തെ അധ്യായം. 7 മുതൽക്ക് 12 വരെയുള്ളതാണ് 2ാമത്തെ ഷഡ്കം. പിന്നെ 13 മുതൽക്ക് 18 വരെയുള്ളത് 3ാമത്തത്. അപ്പോൾ നമ്മളിപ്പോൾ 2ാമത്തെ ഷഡ്കത്തിലെത്തി. ഈ അധ്യായത്തിൻ്റെ പേര് ജ്ഞാനവിജ്ഞാനം യോഗം. അപ്പം എന്താണ് ഈ ജ്ഞാനം, എന്താണ് ഈ വിജ്ഞാനം, അതൊക്കെ അറിയണ്ടേ നമുക്ക്? വളരെ ലളിതമായിട്ട് ഞാൻ പറഞ്ഞു തരാം. അപ്പം നിങ്ങൾക്കൊരു സാധനത്തിനെക്കുറിച്ച് അറിവ് വേണം. നമുക്ക് ഉദാഹരണത്തിന് പഞ്ചസാര എടുക്കാം. പഞ്ചസാര എടുത്തിട്ട് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല, പഞ്ചസാരയെപ്പറ്റി കേട്ടിട്ടില്ല. അപ്പോൾ ഒരാൾ വന്നിട്ട് പഞ്ചസാരയെക്കുറിച്ച്, ഒരു ടീച്ചർ പഞ്ചസാര എവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ കെമിസ്ട്രി എന്താണ്, അതെല്ലാം പറഞ്ഞു തരും. അതൊക്കെ നിങ്ങൾക്ക്, ആ അറിവൊക്കെ, അതാണ് ജ്ഞാനം. അങ്ങനെ കിട്ടുന്ന അറിവ്, അത് ജ്ഞാനം. പക്ഷെ നിങ്ങൾക്ക് അത് മാത്രം മതിയോ? എന്താണ് അതിൻ്റെ സ്വാദ്? അപ്പം അവർ പറയും മധുരം. പക്ഷെ എന്താണ് ഈ മധുരം എന്ന് പറഞ്ഞാൽ അറിയാത്ത ഒരാൾക്ക്, മധുരം എന്താണെന്ന് നിങ്ങൾക്ക് മധുരം എന്താണെന്ന് അറിയില്ല, ആ വാക്ക് അറിഞ്ഞൂടാ. മധുരം എന്ന് പറഞ്ഞുകൊണ്ട് ആ വാക്ക് അറിയില്ലല്ലോ. അയാൾ മധുരം എന്ന് പറഞ്ഞു. അപ്പം അതെന്താണെന്ന് അറിയുമ്പോൾ അയാൾ എന്ത് ചെയ്യും? നിൻ്റെ നാക്ക് നീട്ട് എന്ന് പറഞ്ഞ് കുറച്ച് പഞ്ചസാര എടുത്തിട്ട് വായിൽ വെച്ച് തരും. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ സ്വാദ് മനസ്സിലാകും. അപ്പം അത് നിങ്ങളത് അനുഭവിക്കും, അല്ലേ? അപ്പോൾ പഞ്ചസാരയുടെ മധുരം നിങ്ങൾ അറിഞ്ഞു. ഓരോന്നിനും ഓരോ വിധത്തിലുള്ള മധുരമല്ലേ ഉണ്ടാകുക. അപ്പോൾ പഞ്ചസാരയുടെ മധുരം നിങ്ങൾക്ക് അറിഞ്ഞു. അപ്പോൾ പഞ്ചസാരയെക്കുറിച്ചുള്ള അറിവ് നിങ്ങൾക്കിപ്പോൾ അനുഭവമായി മാറി. അങ്ങനെ അറിവ് അനുഭവമായിട്ട് മാറുമ്പോഴാണ്, ആ അറിവിനാണ്, അങ്ങനത്തെ അതിനാണ് പറയുന്നത് വിജ്ഞാനം. അപ്പോൾ ഈ എല്ലാവർക്കും അങ്ങനെ അനുഭവത്തിൽ വരുമ്പോഴാണ് അത് വിജ്ഞാനമായിട്ട് വരുന്ന അറിവായിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് അപ്പോൾ ഇവിടെ നമ്മൾ ആരെക്കുറിച്ചാണ് അറിയാൻ പോണത്, ആരെക്കുറിച്ചാണ് നമ്മൾ അനുഭവിക്കാൻ പോകുന്നത്, അതൊക്കെയാണ് നമുക്ക് ഇപ്പോൾ ചിന്തിക്കാൻ പോകുന്നത്. അതെല്ലാം നമ്മളിപ്പോൾ ചിന്തിക്കാൻ പോകുന്നത്. ഇവിടെ ഈ അധ്യായത്തിൽ പറയാൻ പോകുന്നത് ഈശ്വരനെക്കുറിച്ചാണ്. ആരാണ് ഈശ്വരൻ? നിങ്ങൾക്കറിയാം, ഈ ഭഗവത്ഗീത അർജുനനും ഈശ്വരനും കൃഷ്ണനും കൂടെയുള്ള
ഒരു സംവാദമാണ്. അപ്പം കൃഷ്ണനാൽ പറയപ്പെട്ടതാണ്. അതാണ് ഭഗവത്ഗീത. അപ്പോൾ അർജുനൻ നമ്മളെപ്പോലെ ഒരു ജീവനാണ്, ഒരു മനുഷ്യനാണ്. എന്നാൽ ആരാ കൃഷ്ണൻ? കൃഷ്ണൻ ഈശ്വരനാണ്. അപ്പം നമ്മൾ ഈശ്വരനെക്കുറിച്ചിട്ട് ഇപ്പം അധികമൊന്നും മനസ്സിലാക്കിയിട്ടില്ല. നമ്മൾ കഴിഞ്ഞ 6 അധ്യായങ്ങളിൽ നമ്മൾ ആരെപ്പറ്റിയാണ് മനസ്സിലാക്കിയത്? ജീവനെ പറ്റിയിട്ട്. അതായത് അർജുനനാകുന്ന ജീവനെക്കുറിച്ച്, അർജുനൻ എന്തൊക്കെ ചെയ്യണം, എങ്ങനെ ചെയ്യണം, അതൊക്കെയല്ലേ ഭഗവാൻ പറഞ്ഞു കൊടുത്തത്. അപ്പം ഒരു ജീവനെക്കുറിച്ചാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ ചെയ്യണം, എന്ത് കർമ്മം ചെയ്യണം, എങ്ങനെ ധർമ്മത്തിലൂടെ നല്ല പ്രവൃത്തികൾ ചെയ്ത് നല്ല മാർഗത്തിൽ ജീവിക്കണം, നല്ല മാർഗത്തിലൂടെ ജീവിക്കണം. അതൊക്കെയാണ് അർജുനന് പറഞ്ഞു കൊടുത്തത്. അപ്പം ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈശ്വരനാണെന്ന് നിങ്ങൾക്ക് സംശയമില്ലല്ലോ. അപ്പം ആ ഈശ്വരനാണ് നമ്മളടങ്ങുന്ന ഈ ലോകത്തിൻ്റെ മുഴുവൻ സൃഷ്ടികർത്താവ്. അത്രയും നിങ്ങളിപ്പോൾ മനസ്സിലാക്കിയാൽ മതി. ഈ ലോകത്തിൽ നമ്മളെല്ലാവരും ഉണ്ട്. ബാക്കി നമ്മളീ കാണുന്ന എല്ലാം, അതാണ് ഈ പ്രപഞ്ചം എന്ന് പറയും, കാണുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെ ജീവിതത്തിൽ നമുക്ക് നന്നായിട്ട് ഈ പ്രപഞ്ചത്തിൽ, ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ നമുക്ക് ഈശ്വരൻ്റെ അനുഗ്രഹം വേണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കൊച്ചു കുട്ടികളാകുമ്പോഴേ അമ്മയും അമ്മൂമ്മയൊക്കെ പറയാറില്ലേ, ഈശ്വരനെ തൊഴുകണം, ഈശ്വരൻ്റെ അനുഗ്രഹം വേണം, അമ്പലത്തിൽ പോയി തൊഴുകൂ, അല്ലെങ്കിൽ വീട്ടിൽ പൂജാമുറിയിൽ ഈശ്വരൻ്റെ ഫോട്ടോ കാണിച്ച് പറയും തൊഴുകാനും നമസ്കരിക്കാനൊക്കെ ഇല്ലേ. അപ്പോൾ ഈ ഈശ്വരൻ ആരാണ് ശരിക്ക്? അതാണ് നമുക്കിവിടെ ഒന്ന് ചിന്തിക്കേണ്ടത്. അപ്പം നമ്മളെപ്പോലെ തന്നെയാണോ ഈശ്വരൻ? അപ്പം അർജുനൻ ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ടത് അർജുനൻ്റെ സുഹൃത്തായിട്ടാണ്, ഈശ്വരനായിട്ടല്ല. ഇപ്പോഴാണ് ഈശ്വരനാണെന്ന് ഇത് കൂടിയാണ്, ഈ അധ്യായത്തിലൂടെയാണ് മനസ്സിലാകാൻ പോകുന്നത്. അതുകൊണ്ട് ഭഗവാൻ തന്നെ ഈശ്വരനാണ്. ഈശ്വരൻ്റെ എന്താണ് സ്വരൂപം എന്ന് അർജുനന് പറഞ്ഞു കൊടുക്കുകയാണ്. അതോടൊപ്പം എങ്ങനെ ഈശ്വരനെ അറിയും, എങ്ങനെ ഈശ്വരനെ അനുഭവിക്കും. അതുകൊണ്ടാണ് ജ്ഞാനവിജ്ഞാന യോഗം. അനുഭവിക്കണമെങ്കിൽ എന്താ വേണ്ടത്? ഈശ്വരനെ അനുഭവിക്കാൻ നമുക്ക് എന്താ വേണ്ടത്? ഭക്തി. അപ്പം 2 കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. ഈശ്വരൻ്റെ സ്വരൂപം എന്താണ്, ഈശ്വരൻ എന്താണ് ഭക്തി. അപ്പം ഈ ശ്ലോകം തുടങ്ങുന്നത് തന്നെ ഈശ്വരനാണ് ഈ ലോകം സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പം നമുക്ക് സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുക. അപ്പം നമുക്കൊരു സംശയം വരും, എങ്ങനെയാണ് സൃഷ്ടിച്ചത്? എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ നമുക്കതിന് സാധനം വേണ്ടേ? ഉണ്ടാക്കാൻ അറിവുള്ള ഒരാൾ വേണ്ടേ? നമുക്ക് ചെറിയൊരു എന്തെങ്കിലും ഒരു എന്താ പറയുക, മണ്ണുകൊണ്ടോ എന്തെങ്കിലും നമുക്കൊരു കളിമണ്ണുകൊണ്ടോ എന്തെങ്കിലും ഒരു രൂപം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെന്ത് വേണം? ഒരു കളിമണ്ണ് വേണം രൂപം ഉണ്ടാക്കാൻ. ഒരു വീട് സങ്കല്പിച്ചു അത് കെട്ടണം. അപ്പം നമുക്കൊരു മണ്ണ് കൊണ്ടൊരു വീട് കളിക്കുകയാണ്, മണ്ണും മണലൊക്കെ ചേർത്തിട്ട്. അപ്പം അതിന് ഉണ്ടാക്കേണ്ട സാധനം വേണം. പിന്നെ ഉണ്ടാക്കാൻ എങ്ങനെയാണ് അറിയുന്ന ഒരാൾ വേണ്ടേ? അതല്ലെങ്കിൽ എന്തെങ്കിലും ഷേപ്പായി പോവില്ലേ, അത് പിന്നെ വീടല്ലാണ്ടായിത്തീരും അല്ലേ.
അതുപോലെ തന്നെ ഈ ലോകം ഉണ്ടാക്കണമെങ്കിൽ അത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കുക? ഭഗവാനാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ഭഗവാൻ എന്തുകൊണ്ടുണ്ടാക്കും? ആർക്കാണ് അതിൻ്റെ അറിവുള്ളത്? അതൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അത് ഭഗവാൻ തന്നെ അർജുനനോട് പറയുന്നുണ്ട്, ഞാൻ തന്നെ എൻ്റെ ശക്തിയാണ് കൊണ്ടാണ് ഈ ലോകം സൃഷ്ടിച്ചത്. ആ ശക്തിയെ നമുക്ക് തൽക്കാലം നമുക്കൊരു പേര് കൊടുക്കാം, മായ. നല്ല പേരാണല്ലേ മായ? അറിയോ പക്ഷെ മായയുടെ അർത്ഥം എന്താണെന്ന്? മായ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത്. അയ്യയ്യോ, ഈ ഇല്ലാത്തവൾ എങ്ങനെയാണ് ഈ ലോകം സൃഷ്ടിക്കുക? അപ്പോഴാണ് പറയുന്നത്, ഇല്ലാത്തവളാണെങ്കിലും മായയ്ക്ക് സ്വന്തമായിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവൾ ഇല്ലാത്തതെന്ന് പറയണത്. പക്ഷേ ഈശ്വരനോട് ചേരുമ്പം ആ ശക്തി പുറത്ത് വന്ന് ലോകമുണ്ടാക്കാൻ പറ്റും. അങ്ങനെ മായ ഈശ്വരനോടൊപ്പം ചേർന്നാണ് ഈ ലോകം ഉണ്ടാക്കുന്നത്. അങ്ങനെ ഈ ലോകം ഉണ്ടാക്കിയിട്ടാണ് നമ്മളെങ്ങനെ ആസ്വദിപ്പിക്കുന്നത്, മോഹിപ്പിക്കുന്നത്. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. കൂടുതൽ നമുക്ക് ആഴത്തിലേക്കൊന്നും പോകണ്ട. ഇവിടെ ഭഗവാൻ കൃഷ്ണൻ തന്നെ പറയുന്നുണ്ട്, ഹേ അർജുന, ഞാനിതൊക്കെ പറഞ്ഞു കൊടുക്കണത് വെറുതെയാണ്. ആർക്കും ഇതൊന്നും കേൾക്കാൻ വലിയ താല്പര്യമില്ല. കുറേ പേരുണ്ടെങ്കിൽ അതിൽ കുറച്ച് പേര് വന്നിട്ടേ താല്പര്യം ഉണ്ടാകുള്ളൂ. ആ കുറച്ച് പേർക്കേ എന്നെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റുള്ളൂ, 1-2 പേർക്ക്. അത് ശരിയല്ലേ? നമുക്ക് ഈ ക്ലാസ് കേൾക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പം എല്ലാവരും വരുന്നുണ്ടോ? ഭഗവത്ഗീത എന്തായി പറയണത് നമുക്കൊന്ന് അറിയണമല്ലോ എന്ന് പറഞ്ഞിട്ട്. നിങ്ങളൊക്കെ അറിയാൻ ആഗ്രഹം കൊണ്ടല്ലേ, ഭഗവാനെ അറിയാൻ ആഗ്രഹം കൊണ്ടല്ലേ ഇവിടെ വന്നത്, ശ്രദ്ധിച്ച് കേൾക്കുന്നത്. അപ്പം അങ്ങനെ കുറച്ച് പേർക്ക് മാത്രമേ ഈശ്വരനെ അറിയാനും ഈശ്വരനിൽ ചേരാനും സാധിക്കുള്ളൂ. അത് ഭഗവാൻ തന്നെ പറയുകയാണ്. പിന്നെ മായയെക്കുറിച്ച് കുറച്ചും കൂടെ വിസ്തരിച്ച് അർജുനനോട് പറഞ്ഞു കൊടുക്കുകയാണ്. മായയ്ക്ക് 8 രൂപങ്ങളുണ്ട്. 8 വിധത്തിൽ മായ 8 രൂപത്തിലായിട്ടാണ് ഈ ലോകം സൃഷ്ടിക്കുന്നത്. എങ്ങനെയൊക്കെയാണ്? നമ്മൾ കാണുന്നില്ലേ, ആകാശം മായയാണ്, വായു മായയാണ്, കാണുന്ന അഗ്നി മായയാണ്, വെള്ളം മായയാണ്, നമ്മൾ കാണുന്ന ഭൂമി, പൃഥ്വി. ഇങ്ങനെ ഈ 5 എണ്ണം മായയാണ്. ഇതിനാണ് 5 ഭൂതങ്ങൾ എന്ന് പറയും, പഞ്ചഭൂതം. പിന്നെ ബാക്കി 3 എണ്ണം ഉണ്ട്. അതാരെപ്പറ്റി അറിയോ? അത് നമ്മളെപ്പറ്റിയാണ്. അതായത് മനസ്സ്. നമുക്കൊക്കെ ഒരു മനസ്സില്ലേ? ആ മനസ്സും മായയാണ്. മായ പറയാം, നിങ്ങളുടെ മനസ്സൊക്കെ ഞാനാണ്. മായയുടെ ഈ കളി കൊണ്ടാണ് ഈ മനസ്സിലൊക്കെ ഓരോന്നൊക്കെ ഉണ്ടാകുന്നതും. അപ്പം മനസ്സിൽ അത് ചെയ്യണോ ഇത് ചെയ്യണോ എന്നൊക്കെ സംശയം തോന്നുമ്പം അവിടെ വേറൊരാൾ വന്നിട്ട് പറയും ഇത് ചെയ്യണമെന്ന്. ആ പറയുന്നതാണ് ബുദ്ധി. അങ്ങനെ മനസ്സ്, ബുദ്ധി, പിന്നെ വേറൊരാളും കൂടെ ഉണ്ട്. അതാരാ? ഇതൊക്കെ ഞാനാണ് ചെയ്യുന്നതെന്ന് ഭാവിക്കുന്ന ഒരാൾ. ഇപ്പോൾ കളിയിലൊക്കെ കാണാറില്ലേ, ഞാൻ കളിച്ചത് കൊണ്ടാണ് കപ്പ് കിട്ടിയത്. അപ്പോൾ ആ കർത്തൃത്വ ഭാവം, ഞാനാണ് ചെയ്യുന്നതെന്നുള്ള ഭാവം, അതിനാണ് അഹങ്കാരം എന്ന് പറയും കേട്ടോ. അപ്പോൾ ഈ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ഇങ്ങനെ 8 രൂപങ്ങളാണ് മായയ്ക്കുള്ളത്. ഇത്രയും മായയെക്കുറിച്ച് മനസ്സിലാക്കിയാൽ മതി. പിന്നെ
ഭഗവാൻ പിന്നെ പറയുന്നത്, ഈ ലോകത്തിൽ കാണുന്ന എല്ലാം നിങ്ങൾ എന്ത് കാണുന്നുണ്ടോ അതിലൊക്കെ എന്നെയാണ് കാണുന്നത്. ഇത് വളരെ വളരെ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. കാരണം ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ എവിടെയാ ഈശ്വരൻ ഉള്ളത്, അപ്പം നിങ്ങൾ മിണ്ടാതിരിക്കരുത്. നിങ്ങളുടനെ അവരോട് ചോദിക്കണം, എവിടെയാ ഈശ്വരൻ ഇല്ലാത്ത സ്ഥലം, അത് നിങ്ങൾ ആദ്യം പറയൂ. കാരണം ഈശ്വരൻ എല്ലാത്തിലും ഉണ്ട്. എന്ത് ഈ ലോകത്തിലുള്ള എന്ത് സാധനം എടുത്താലും അതെല്ലാം ഈശ്വരനായി കാണണം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ ഒരു അറിവ് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കണം. ഈ കാണുന്നതൊക്കെ ഈശ്വരനാണ്. ഇതൊക്കെയാണെങ്കിലും ഭഗവാൻ കൃഷ്ണൻ പറയുന്നുണ്ട്, ഇതൊക്കെയാണെങ്കിലും ഈശ്വരനെ ശരിക്ക് കാണാൻ പറ്റിയ ഒരാളെപ്പോലെ ഇല്ല. കാരണം ഈശ്വരൻ ചൈതന്യമാണ്, ചൈതന്യമൂർത്തിയാണ്. ആ ചൈതന്യമൂർത്തിനെ നമുക്ക് കാണാൻ പറ്റില്ല. ചൈതന്യം, ആ ശക്തി, ആ ചൈതന്യത്തെ നമുക്ക്, ആ പ്രകാശത്തെ നമുക്ക് മനസ്സിലാക്കാൻ രൂപമില്ല. അപ്പം രൂപം, ശരിക്ക് രൂപമില്ല. പക്ഷേ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്, ഇപ്പോൾ അർജുനൻ എങ്ങനെയാണ് ഈശ്വരനെ കാണുന്നത്? ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ രൂപത്തിൽ. ശ്രീകൃഷ്ണൻ്റെ രൂപവും ഈശ്വരൻ്റെ രൂപം, ഈശ്വരൻ രൂപം എടുത്തതാണ്. കൃഷ്ണരൂപത്തിൽ ഈശ്വരൻ വന്നു. അങ്ങനെ ഭഗവാൻ പറയുന്നുണ്ട്, നിങ്ങൾ ഏത് രൂപത്തിൽ വേണമെങ്കിലും എന്നെ ഭജിച്ചോളൂ, എന്നെ പ്രാർത്ഥിച്ചോളൂ, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾക്ക് മനസ്സിൽ ഏത് ഭാവത്തിലാണ് എന്നെ ഭജിക്കണമെന്ന് തോന്നുന്നത് അതുപോലെ എല്ലാത്തിലും ഞാനാ ഉള്ളത്. പിന്നെ ഏത് രൂപം എടുത്താൽ എന്താണ്? പക്ഷേ എന്താ വേണ്ടത്? ആ ഉറച്ച ഭാവം വേണം. ഈശ്വരനിൽ നമുക്കൊക്കെ ആ ഉറച്ച ഭാവം. ആ എന്താ ഉറച്ച ഭാവം എന്ന് പറഞ്ഞാൽ, ഈശ്വരൻ എപ്പോഴും എന്നിലുണ്ടായിരിക്കണം. ഞാനും ഈശ്വരനും ഒരിക്കലും തിരിച്ചതാകരുത്. അതായത് എന്നിൽ നിന്ന് വ്യത്യാസമാവരുത്. ഞാനും ഈശ്വരനും ഒന്നാകണം. ആ ഒന്നാകുമ്പോൾ ആ അറിവാണ് ഏറ്റവും വലിയ ഭക്തി. എന്നിൽ നിന്ന് വേറെ ഒരാളായിട്ടല്ല ഈശ്വരനെ കാണേണ്ടത്. ഞാൻ തന്നെ, ഈശ്വരൻ എന്നിൽ തന്നെയാണ്, ഞാൻ തന്നെയാണ് ഈശ്വരൻ എന്ന ഭക്തി. അതാണ് ഏറ്റവും ഉത്തമമായ ഭക്തി. അതാണ് ഒരു ജ്ഞാനിയുടെ, അതായത് വലിയ അറിയുന്ന ആളുടെ, വിജ്ഞാനിയുടെ ഭക്തി. ഈ കാണുന്ന എല്ലാം ഈശ്വരനാണ്. ആ ഈശ്വരനെ നമുക്ക് കൃഷ്ണനെന്നോ വിഷ്ണു എന്നോ ശിവനെന്നോ ബ്രഹ്മാവെന്നോ ഗണപതി എന്നോ സുബ്രഹ്മണ്യനെന്നോ കാളി ദേവി എന്ത് പേരിൽ വേണമെങ്കിൽ വിളിക്കാം. അങ്ങനെ ഭക്തിയുള്ള ആൾക്കാർ ഒരുപാടുണ്ട്. ആ ഭക്തിയുള്ള ആളുടെ ചിലവരെന്ത് ചെയ്യും? ചിലവരുടെ ഭക്തി എന്തിനാണ്? അവർക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട്. അവർക്ക് എന്തെങ്കിലും സങ്കടം വരുമ്പം എന്നെ വിളിച്ച് പറയും, അയ്യോ സങ്കടം ശരിയാക്കി കൊടുക്കണം. പിന്നെ ചിലവർക്ക് പൈസ ഒക്കെ വേണം, അപ്പോൾ അതിനും ചോദിക്കും. അപ്പോൾ അങ്ങോട്ട് ചോദിക്കുന്ന ആൾക്കാർ, അതിനാണ് അവർക്കും കൊടുക്കും ഭഗവാൻ. ആ സമയത്ത് ഭഗവാനെ അങ്ങനെ ശ്രദ്ധയോടുകൂടെ വിളിക്കുന്നുണ്ടാകും. അതുകൊണ്ട് തീർച്ചയായിട്ടും കൊടുക്കും. പക്ഷേ ചിലവർ ഇതാരാണ് ഭഗവാൻ എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് പ്രാർത്ഥിക്കും. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും ഉത്തമമായ ഭക്തിയുള്ള ആളെന്താ ചെയ്യുക? ഭഗവാനെ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണേന്ന് പ്രാർത്ഥിക്കും. ഞാൻ തന്നെ ആവണമേന്ന്.
അതാണ് അനന്യഭക്തി, ഉത്തമ ഭക്തി. ഭഗവാൻ അതുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുകയാണ്, എനിക്ക് അങ്ങനത്തെ ആളാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തൻ. അപ്പം നമുക്കൊക്കെ ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തരാവാം അല്ലേ? അപ്പോൾ എന്തിനാണ് ഈ അമ്പലത്തിൽ പോകുന്നതും കുറി തൊടുന്നതും? ഇതൊക്കെ ആചാരത്തിൻ്റെ ഭാഗങ്ങളാണ്, വേണ്ടെന്ന് പറയരുത്. പക്ഷേ മനസ്സിൽ ഭക്തിയില്ലാതെ ഇതൊന്നും ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ ഇതിനൊക്കെ വിപരീതമായിട്ടുള്ള അധർമ്മമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഒരാൾക്ക് ഭക്തി ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇത് കുറി കൊണ്ട് തൊട്ടത് കൊണ്ട് മാത്രം. മനസ്സിൽ ഉറച്ച ഭക്തി ഉണ്ടാകണം ആദ്യം. അതോടൊപ്പം അമ്പലമുണ്ടെങ്കിൽ അടുത്തുണ്ടെങ്കിൽ പോകണം, തൊഴുകണം, അതൊക്കെ നല്ല കാര്യങ്ങളാണ്. പിന്നെ ഇതൊക്കെ നമുക്ക് അടുത്ത ഓരോ തലമുറയ്ക്കും നമ്മൾ കാണിച്ചു കൊടുക്കണ്ടേ? ഇങ്ങനെ അമ്പലത്തിൽ പോകണം. ഇപ്പം നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞതുകൊണ്ടല്ലേ നിങ്ങളിവിടെ വന്നതും അമ്പലത്തിൽ പോകണുണ്ട് അതൊക്കെ. പക്ഷെ അതുമാത്രമല്ല, മനസ്സിലെ ഉറച്ച ബുദ്ധി, ഈശ്വരഭക്തി ഉണ്ടാകുക, അതാണ് ഏറ്റവും കാര്യമായിട്ട് വേണ്ടത്. അങ്ങനെ എന്നെ ഇങ്ങനെ മനസ്സിലെപ്പോഴും നല്ല ഉറച്ച ഭക്തിയോട് കൂടിയുള്ളവർ നല്ല സന്തോഷത്തോടെ നല്ല മനസ്സുള്ളവരായിട്ട് തന്നെ എപ്പോഴും ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. നമുക്കിനി അടുത്ത അധ്യായം അടുത്ത ക്ലാസ്സിൽ കാണാം.